വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ആദ്യ നയപ്രഖ്യാപനമാണ് ഇന്ന് നടന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹൃദയ, എല്ലാവർക്കും പരസ്യത്തിലെ പോലെയല്ല പീരീഡ്സ്. മല കയറാനും ഷട്ടിൽ കളിക്കാനും ഒന്നും ആർക്കും പറ്റത്തില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും പീരീഡ്സ് വരുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള അനുഭവം തന്നെയാണ്. അതായത് പലർക്കും ഭയങ്കര വേദനയായിരിക്കും, ഓവർഫ്ലോ ആയിരിക്കും, ചിലർക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും. അത് ഇപ്പൊ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ, അതായത് ആദ്യ നാളുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത്തരം ഒരു തീരുമാനം സ്കൂൾ ലെവലിലേക്ക് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇതിൽ കുറെ ഡീമെറിറ്റ്സ് ഉണ്ട്. അതായത് ഇത് എങ്ങനെ കൃത്യമായി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് 3 ദിവസത്തെ അവധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അവധി ദിവസത്തെ ക്ലാസ്സുകൾ നമ്മുടെ അധ്യാപകർ എടുത്തു കൊടുക്കണം എന്നാണ്. അതെ, ഇവിടെ ഏറ്റവും പറയാനുള്ളത് അധ്യാപകർക്ക് അമിതമായ ഒരു ജോലി ഭാരം വരുന്നുണ്ട്. അതായത് നോർമൽ ക്ലാസ്സുകൾ എടുക്കുന്നത് കൂടെ തന്നെ അതിനൊരുമിച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരമോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലോ എടുക്കുമ്പോൾ അവർക്ക് ഓവർലോഡാണ് വരുന്നത്. ഇപ്പം തന്നെ എക്സാമുകളൊക്കെ വരുമ്പം പാഠങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു തിരക്കുണ്ടാവും. പിന്നെ കലോത്സവം അതുപോലത്തുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ എങ്ങനെയായാലും ക്ലാസ് നമുക്ക് ആ സമയത്തിനുള്ളിൽ കവർ ചെയ്യാനും റിവിഷൻ ചെയ്യാനുള്ള സമയം ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പോൾ ഇതും കൂടി വരുമ്പം ഒരു ഓവർലോഡ് തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഹൃദയ പറഞ്ഞത് കറക്റ്റാണ്. അധ്യാപകർക്ക് ഓവർലോഡ് തന്നെയാണ്. അതായത് ഇപ്പം ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു മൺഡേ ടു ഫ്രൈഡേ വരെയാണ് ക്ലാസ്, സാറ്റർഡേ സൺഡേ അവധിയാണ്. അപ്പം ഒന്നെങ്കിൽ ഈ ടീച്ചർ വൈകുന്നേരമായിരിക്കും ക്ലാസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും. അപ്പോൾ അവർക്ക് ഫാമിലിയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു ടൈം ആണ് അവിടെ ഇല്ലാതാകുന്നത്. അതുപോലെ തന്നെ അപ്പം നാളത്തേക്ക്, അതായത് ദൂരത്തൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപകരാണെങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നതും വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതും അവർ വൈകുന്നേരമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ അത് അവർക്ക് ചെയ്യാനുള്ള ഒരു സമയം അവരുടെ അധ്യാപകരുടെ പേഴ്സണൽ ലൈഫിലേക്കുള്ള സമയം വളരെ കുറയ്ക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെന്ന് നമുക്ക് ഏകദേശം എടുക്കാം. അതിലൊരു 30 കുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെയും ഈ ക്ലാസ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഒരു ദിവസം എന്തായാലും ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു കുട്ടി വരുവാണെങ്കിൽ ആ ദിവസം ആ കുട്ടിക്ക് വേണ്ടി എടുത്തു, അടുത്ത ദിവസം വേറൊരു കുട്ടിക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് നടക്കും ഹൃദയ, പക്ഷെ ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. അതെ, ഇപ്പൊ ഒരാഴ്ച ഈ ആഴ്ചയിൽ ലീവായ കുട്ടികളൊക്കെ ഒരുമിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ പോസിബിൾ ആണ്. അല്ലാത്ത രീതിയിൽ അവർക്ക് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതെ, അതിപ്പം നമുക്ക് 7th എടുക്കാം ഉദാഹരണമായിട്ട്. ഇപ്പം 7th തൊട്ട് +2 വരെ ആണെങ്കിലും പല ഡിവിഷൻ ഉണ്ടാവും, പല ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടുകൂടി ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതായത് അധ്യാപകർക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇതിലുണ്ടായിരിക്കും, എങ്ങനെയാണ് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. നേരത്തെ തന്നെ കുസാറ്റ് പോലുള്ള സർവകലാശാലകളൊക്കെ ഇതേ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയായിരുന്നു. അതായത് ഹാജറിൽ ചെറിയൊരു ഇളവ്, പക്ഷേ ഈ ഒരു രീതിയിൽ ഒരു 3 ദിവസത്തെ അവധി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പം എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന കുറേ ചോദ്യചിഹ്നങ്ങൾ ഇവിടെ ബാക്കിയാണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഇത് കുറച്ച് പേര് ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ പീരീഡ്സ് അവധിയാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇത് കറക്റ്റായിട്ട് പീരീഡ്സ് അവധിയാണോ അതോ ഇവർ വേറെ എവിടെയെങ്കിലും പോവുകയാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതിപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ചിലപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ അതും ഇതിനേക്കാളും വലിയൊരു പ്രശ്നമാവാനുള്ള സാധ്യതകൾ കുറേ ഉണ്ട്. അതേപോലെ നേരത്തെ തന്നെ ഒരുപാട് വാർത്താ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ കുട്ടികൾ പല സ്ഥലങ്ങളിലും പോകുന്നതും. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സാധ്യതകൾ മറികടക്കാനുള്ള ഒരു പോം വഴി എന്ന് പറയുന്നത്, നേരത്തെ തന്നെ നമ്മൾ കോവിഡ് ഉള്ള സമയത്ത് വിക്ടേഴ്സിൻ്റെ കൈറ്റ് പോലുള്ള ചാനലുകൾ വഴി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള നീക്കങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇതേ സമയം ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു രീതിയുമായിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് മാറും. അല്ലെങ്കിൽ ഇവർക്ക് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര അമിതമായ ഒരു ഭാരം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഇതിനെ മറികടക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്ലാസ് എടുത്ത് മതിയാവും, അല്ലാതെ ട്യൂഷന് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഒരു രീതി ശരിയല്ലല്ലോ. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളും അതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ തന്നെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. അതായത് ഇപ്പോൾ ടീച്ചർ ഒരു ദിവസം ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ എടുത്തു വെക്കണം. അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് അവർക്ക് ആ സ്പോട്ടിൽ തന്നെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് പഠിക്കാൻ പറ്റും.
അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം മാറ്റിവെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇപ്പം 9 to 4 മണി വരെ ആ ക്ലാസ് എങ്കിൽ 5 മണി വരെ സ്പെഷ്യൽ ക്ലാസ് കൂടെ വരുവാണെങ്കിൽ, അതും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് മാത്രമാണെങ്കിൽ അതെന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഓട്ടോ ബസ്സൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആ സമയങ്ങളിൽ ഇപ്പോൾ 7ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ആ രീതിയിലേക്കാണ് പോകുക. അപ്പോൾ ഒരു വീട്ടിലെത്താനുള്ള ലേറ്റ് ആകണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ശനിയാഴ്ച ഇവർക്ക് സ്പെഷ്യൽ എടുക്കുകയാണെങ്കിൽ തന്നെ അത് മറ്റുള്ള കുട്ടികളെയും കൂടി എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ക്ലാസ് തന്നെ ഇരുത്തിയിട്ട് മറ്റുള്ള കുട്ടികൾക്കിടയിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കുമല്ലോ, എന്തിനീ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു എന്നുള്ളൊരു രീതി. ചില കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലും ചില കുട്ടികൾ ഈ രീതിയിലും ചിന്തിക്കാമല്ലോ. ചിലർക്കൊരു മടി ഉണ്ടാവും, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക, അയ്യോ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നു, അങ്ങനെ ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇങ്ങനെ പീരീഡ്സ് ആകുന്നതൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ കാലത്ത് എനിക്ക് പീരീഡ്സ് ആയി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് കാണാറ്. പക്ഷേ മറ്റേ പാഡൊക്കെ കൊണ്ടുപോകുന്ന കാലം. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല. ആൺപിള്ളേർക്കും ഇതെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഒരു പരിധി വരെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ചില കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടാകുമ്പം ഒരു നാണക്കേട് അല്ലെങ്കിൽ ചില ഒരു വിഷമം, അയ്യോ എനിക്ക് പീരീഡ്സ് ആയത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ആബ്സെൻ്റ് ആയത് എന്ന് മറ്റുള്ളവർ അറിയുമെന്ന് ചിന്തിക്കും. ആ ഒരു സാധനത്തിലേക്ക് പോവാം. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു സ്വകാര്യത അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴും അതൊരു ചെറിയ ഇഷ്യൂ ആകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വേറൊരു രീതിയിൽ കാണുന്നുണ്ട്. അപ്പം ഇപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഇതൊരു ഉണർവ് സൃഷ്ടിക്കുകയാണ്. അതായത് പീരീഡ്സ് നോർമലാണ് എന്നുള്ള ഒരു സാധനവും, അതുപോലെ ഈ ആർത്തവ അവധിയൊക്കെ വന്നപ്പോൾ ഇത് നാച്ചുറലാണ്, ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്, ഇത് പറയാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പം അത്തരം കുട്ടികൾക്ക് ഇത് പറയാൻ വിഷമിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കാരണം അവർക്ക് തോന്നുന്നു എൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിക്കും പീരീഡ്സ് ആവുന്നുണ്ട്, അവളും പീരീഡ്സ് ലീവ് എടുക്കുന്നുണ്ട്, അപ്പോൾ ഇത് നോർമലാണ് എന്നുള്ള ഒരു കാര്യം അവളിലേക്ക് വരും. പിന്നെ നമ്മുടെ സമൂഹത്തെയും കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനും എടുക്കാനും ഒക്കെ കാരണമാക്കും. അതായത് ഇപ്പം നമ്മൾ പീരീഡ്സ് നോർമൽ ആണെന്ന് പറയുമ്പോഴും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പ്രായമായ മുതിർന്നവർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ പീരീഡ്സ് ആണെന്നൊക്കെ പുറത്ത് പറയാവോ എന്നുള്ളത്. അപ്പോൾ ഇത്തരം അവധികളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതൊരു ചിന്താഗതി പാടെ മാറുവാണ്. അതെ പാടെ മാറിയിട്ട് ഇത് എല്ലാവർക്കും വരുന്നതാണ്, ഇപ്പൊ അവധി വരെയൊക്കെ ആയോ എന്നുള്ള ആ ഒരു ചിന്ത അങ്ങനെ വരും. ഈ ഒരു തീരുമാനം നല്ല രീതിയിലാണെങ്കിലും ഇതിന് ഒരുപാട് ഡീമെറിറ്റ്സുകളും ഉണ്ട്. അപ്പോൾ ഈ ഡീമെറിറ്റ്സിനെ എങ്ങനെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാം എന്ന് സർക്കാർ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു വഴികൾ കൂടി നൽകുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു നയപ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു സർക്കാർ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഹൃദയ പറഞ്ഞതുപോലെ നല്ലൊരു തീരുമാനം തന്നെയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പൊതുജനങ്ങൾക്ക് ഇടയിൽ പീരീഡ്സിനെ പറ്റി ഒരു ബോധം വളർത്താൻ പറ്റും. ഇത് നോർമലാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ സർക്കാർ തന്നെ ഇതിൽ എങ്ങനെയാണ് ഇത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ടീസ് ഇറക്കുകയോ അല്ലെങ്കിൽ അധ്യാപകർക്ക് ഒരു ക്ലാസ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അത് നേരത്തെയും ചില ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ആർത്തവ അവധികൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എന്താണ് എന്ന ഇത് അവധി ഉണ്ട് എന്നല്ലാതെ എന്തൊക്കെ നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇന്ന സിറ്റുവേഷനിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ല ഇത്ര ദിവസങ്ങളിലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം 3 ദിവസങ്ങളിൽ മാത്രമേ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.